കോവർ കഴുതപ്പുറത്ത് ഓടിച്ചു പോവുകയായിരുന്നു അബ്സലോം. കോവർ കഴുത ഒരു വലിയ ഓക്കുമരത്തിൻ്റെ കെട്ടുപിണഞ്ഞ ശാഖയ്ക്ക് കീഴിലൂടെ പോകുമ്പോൾ അവൻ്റെ തല ഓക്കുമരത്തിൽ കുരുങ്ങി. അവൻ ആകാശത്തിനും ഭൂമിക്കും മധ്യേ പെട്ടുപോവുകയും അവൻ്റെ കീഴിലെ കോവർ കഴുത കടന്നു പോവുകയും ചെയ്തു. ഒരുവനത് കാണുകയും യോവാബിന് വാർത്ത നൽകുകയും ചെയ്തു. അവൻ പറഞ്ഞു, ഇതാ അബ്സലോം ഒരു ഓക്കുമരത്തിൽ തൂങ്ങിക്കിടക്കുന്നത് ഞാൻ കണ്ടു. തന്നെ അറിയിച്ചയാളോട് യോവാബ് പറഞ്ഞു, ഇതാ നീ കണ്ടു, എന്നിട്ട് എന്തുകൊണ്ട് നീ അവനെ അവിടെ വെച്ച് വധിച്ചില്ല? നിനക്ക് 10 വെള്ളി നാണയങ്ങളും ഒരു അരപ്പട്ടയും തരുന്നതിന് ഞാൻ നിന്റെ മേൽ പ്രസാദിക്കുമായിരുന്നല്ലോ. അയാൾ യോവാബിനോട് പറഞ്ഞു, ഞാൻ എൻ്റെ ഉള്ളം കൈയിൽ 1000 വെള്ളി നാണയങ്ങളുടെ ഭാരം അനുഭവിക്കുന്നവനായാൽ പോലും രാജകുമാരനെതിരെ ഞാൻ കരം നീട്ടുമായിരുന്നില്ല. ഞങ്ങൾ കേൾക്കുകയായിരുന്നല്ലോ, നിങ്ങൾ ആര് തന്നെയായാലും അബ്സലോം കുമാരനോട് കരുതലുള്ളവരായിരിക്കുമെന്ന് രാജാവ് നിന്നെയും അബിഷായിയെയും ഇത്തായിയെയും അനുശാസിച്ചത്. മറിച്ച് ഞാൻ ആത്മവഞ്ചന ചെയ്യുകയും